നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർസണൽ ഇന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിന്റെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ബ്രൈറ്റനോട് 1-1 സമനില പിടിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. മറ്റൊരു മത്സരത്തിൽ ഹാലൻഡിന്റെ ഹാട്രിക്കോടെ 3-1 മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള വിക്ടറി നേടി എന്ന് പറയേണ്ടി വരും. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആർസണൽ മത്സരത്തിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻസിഡന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് അതൊരു ഹാർഷായിട്ടുള്ള കോൾ തന്നെയാണെന്ന്. യാതൊരു സംശയവുമില്ല. ഇപ്പൊ സാധാരണ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ കിക്കിന് വേണ്ടിയിട്ട് ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ബോൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റഫറി അടുത്തുണ്ടെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഡെക്ലൻ റൈസിന്റെ കാര്യം നമുക്കറിയാം. പുള്ളി ഓൾറെഡി ഒരു യെല്ലോ കാർഡ് വിൻ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബോൾ കിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ലൈറ്റ് ടച്ച് ഡെക്ലൻ റൈസ് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇൻസിഡന്റ് ആയിരുന്നു. എന്നാൽ റഫറി യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2 യെല്ലോ കിട്ടി ഡെക്ലൻ റൈസ് പുറത്തേക്ക് പോയി. അതോടുകൂടി ആർസണൽ എന്താ പറയുന്നത്, ഒരു സ്വതസിദ്ധമായ അറ്റാക്കിംഗ് ശൈലിയിൽ നിന്ന് പിൻവാങ്ങി ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഹാഫിലൊക്കെ കളിച്ചത്. ഫസ്റ്റ് ഹാഫില് കായ് ഹവേർട്സിന്റെ ഒരു കിടിലൻ ഗോളോടെ 1-0 ആർസണൽ മുമ്പിലെത്തി. അവര് നല്ലവണ്ണം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാക്കയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളും ഇല്ലാതെ 1-0 ലീഡോടെ അവർ മുമ്പോട്ട് പോയി. എന്നാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ഡെക്ലൻ റൈസിന്റെ ഈ ഒരു റെഡ് കാർഡ് വന്നു. അതോടുകൂടി കളി ആകെ മാറി മറിഞ്ഞു. പിന്നീട് ബ്രൈറ്റൺ കളിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തു. 22ഓളം ചാൻസുകൾ ബ്രൈറ്റൺ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഫൈനൽ തേർഡിൽ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസിലേക്ക് ബ്രൈറ്റൺ വന്നില്ല. വെൽബാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഓക്കെ പെർഫോമൻസ് ആണ് വെൽബാക്കിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. മിത്തോമ 1-2 പ്രാവശ്യം കിടിലം പാസ്സൊക്കെ ബോക്സിലൊക്കെ എത്തിച്ചു. പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ ബ്രൈറ്റന്റെ ഫ്രണ്ട് ത്രീക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. എന്നാൽ ആർസണൽ സെക്കൻഡ് ഹാഫിൽ കളിയിൽ പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു മാത്തമെറ്റിക്കൽ അഡ്വാൻറ്റേജ് ബ്രൈറ്റൺ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ്ങിലൂടെ കിടിലം 1-2 അറ്റാക്കിംഗ് മൂവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കളി അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിൽ പോയിന്റ് ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അടുത്തത് നോർത്ത് ലണ്ടൻ ഡെർബിയാണ്. ആ മത്സരത്തിൽ ഡെക്ലൻ റൈസിന് കളിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരേണ്ടത് വളരെ വളരെ അത്യാവശ്യവുമാണ്. രണ്ടാമത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 3-1 വെസ്റ്റ് ഹാമിനെ പരാജയപ്പെടുത്തത്. ഇപ്പൊ ലോക്കൽ ഗ്രൗണ്ടിൽ ഒരു കിടിലം സ്റ്റാർട്ട് തന്നെ വെസ്റ്റ് ഹാമിന് ലഭിച്ചു എന്ന് പറയേണ്ടി വരും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടു. കുഡോസ് ലെഫ്റ്റ് വിങ്ങിൽ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് മൂവ്സ് ഒക്കെ പതുക്കെ ഷിഫ്റ്റായി സിറ്റിയുടെ കയ്യിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. ഹാലൻഡിന്റെ കാര്യം എടുത്തു പറയണം. എന്റെ പൊന്നോ, പുള്ളി ഇന്നും ഹാട്രിക് അടിച്ചു. റൈറ്റ് വിങ്ങിൽ നിന്ന് ക്രോസ് അടിക്കുന്നു, ഫ്ലിക്ക് ചെയ്യുന്നു, ബോക്സിന് പുറത്തുനിന്ന് ഷോട്ട് എടുക്കുന്നു. ഒന്നും പറയാനില്ല, മികച്ച പെർഫോമൻസ് ആയിരുന്നു. 3 ഗോളുകൾ സ്കോർ ചെയ്തത് ഹാലൻഡിനെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ ഗോൾഡൻ ബൂട്ട് അടിക്കാൻ വേണ്ടി ഹാലൻഡ് തന്നെയായിരിക്കും മുൻപന്തിയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ വെസ്റ്റ് ഹാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഹമ്മദ് കുഡൂസിന്റെ കാര്യം എടുത്തു പറയാം. എനിക്ക് പുള്ളി വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ ഒരു 5-10 മിനിറ്റ്, സെക്കൻഡ് ഹാഫിന്റെ ഒരു 55-65 മിനിറ്റിൽ വെസ്റ്റ് ഹാം നന്നായിട്ട് കളിച്ചു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫെൻസീവ് മോഡൽ തന്നെയാണ് വെസ്റ്റ് ഹാമിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. പലപ്പോഴും കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ ആന്റോണിയോക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പുതിയ പ്ലേയേഴ്സ് ഒക്കെ വന്നു. അവരുടെ സ്കോഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് കളിക്കാൻ പറ്റിയ സ്കോഡ് വെസ്റ്റ് ഹാമിനുണ്ട്. പക്ഷേ ഒരു ഫൈനൽ തേർഡിലും ഒരുപാട് സ്ലോപ്പി ആയിട്ടുള്ള പാസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗോള് മിഡ്ഫീൽഡിൽ നിന്നൊരു മിസ്റ്റേക്ക് വരുന്നു. ബെർണാർഡോ സിൽവ കൃത്യമായിട്ട് ബോൾ ഹാലൻഡിന്റെ കാലിലേക്ക് എത്തിക്കുന്നു. പുള്ളി അത് സ്കോർ ചെയ്യുന്നു. വെസ്റ്റ് ഹാം അധികം വൈകാതെ തന്നെ തിരിച്ചടിക്കുന്നു. ഇതൊരു ഡിഫ്ലക്ഷൻ ഓൺ ഗോൾ ആയിരുന്നു. റൂബൻ ഡിയാസ് റൈറ്റ് വിങ്ങിൽ നിന്ന് വന്നൊരു ബോൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഡിഫ്ലക്റ്റ് ആയിട്ട് ബോക്സിനകത്തേക്ക് കയറി. അങ്ങനെ 1-1 വെസ്റ്റ് ഹാം കളിയിലേക്ക് തിരിച്ചു വരുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഹാലൻഡ് വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. ഇവിടെ റീക്കോ ലൂയിസിന്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയുന്നുണ്ട്. പുള്ളി മിഡ്ഫീൽഡിൽ നിന്ന് നന്നായിട്ട് ബോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു, 1-2 കിടിലം മൂവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മറ്റൊരു ഗോൾ കൂടി വന്നതോടെ ഹാലൻഡ് ഒരു ഹാട്രിക് കൂടി സ്വന്തമാക്കി.
ഇപ്പൊ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. 3 കളികളും വിജയിച്ചുകൊണ്ട് ടോപ്പിൽ തന്നെ സിറ്റി ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.